എഡിറ്റിങ്ങിനായിട്ട് പല ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പലവർക്കും അറിയാത്ത ഗൂഗിൾ ഫോട്ടോസിൽ തന്നെ നമുക്ക് ഒരുവിധം എഡിറ്റിംഗ് ഒക്കെ ക്രോപ്പ് ചെയ്യാം. ഒരുപാട് ഫിൽറ്ററുണ്ട്. പിന്നെ ഒരാളെ വേണ്ടെങ്കിൽ ഫോട്ടോയിൽ വേണ്ടെങ്കിൽ മാറ്റാം. അങ്ങനെ ഒരുപാട് ഫീച്ചർ നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ തന്നെ ഉണ്ട്. പലവരും ഇതിനു വേണ്ടി പല ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മളെ ഗൂഗിൾ ഫോട്ടോസിൽ തന്നെ കുറച്ച് എഡിറ്റിംഗ് ടിപ്സുകൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഗൂഗിൾ ഫോട്ടോസിൻ്റെ A to Z എഡിറ്റിംഗ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവരി യൂട്യൂബ് ചാനൽ. വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജ് മിസ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആൾ ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് 180 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു, ഇപ്പോൾ 183 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഇതുവരെ സഹായിച്ച എല്ലാവർക്കും താങ്ക് യു. തുടർന്നും ഇങ്ങനെ ഓരോ സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഗൂഗിൾ ഫോട്ടോസിൻ്റെ A to Z എഡിറ്റിംഗ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ചിലത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതായിരിക്കും, ചിലത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവർ ആയിരിക്കാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. എല്ലാ ഓപ്ഷൻസും ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞെന്ന് പോവാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, എനിക്കും അറിയില്ല, ഞാനും ഇത് ആദ്യമായിട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇത് ചെയ്യാനാണ്. നമ്മൾ ഫോട്ടോസിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ കുറേ ഓപ്ഷനൊക്കെ കാണും. അതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാം. ഓപ്ഷൻ കൊടുത്ത ഉടനെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഇവിടെ ക്രോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇതിലും ക്രോപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ അഡ്ജസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഫോട്ടോയ്ക്ക് അനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫോട്ടോയ്ക്ക് അനുസരിച്ച് നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ബോറാക്കുന്നില്ല, ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇത് എല്ലാം ബ്രൈറ്റ്നസിൻ്റെ സെറ്റിങ്സ് ആണ്. ശേഷം നിങ്ങൾ കണ്ണെടുക്കുക. ഇവിടെ ഫിൽറ്റർ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഓരോ ഫിൽറ്ററും ഇങ്ങനെ കൊടുക്കാം. ശേഷം നിങ്ങൾ ക്യാൻസൽ അടിക്കുക. വേണമെങ്കിൽ ക്യാൻസൽ അടിക്കുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പിന്നെ അതായത് നമ്മൾ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കളറ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോകാന് ദേവരി യൂട്യൂബ് ഓക്കെ, ഞാൻ ദേവരി യൂട്യൂബ് ചാനലിൽ നിന്നാണ് ടൈപ്പ് ചെയ്തത്. അതവിടെ ഒരു ടെസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ വീണ്ടും അത് ചേഞ്ച് ചെയ്യാം. ഇവിടെ നിന്നും കളറ് ചേഞ്ച് ചെയ്യാം. നമുക്ക് കളറ് ഓരോന്നായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാണ് എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈസിനനുസരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ ഡിസ്കട്ട് ചെയ്യാം. ഡിസ്കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ വേറെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൂടുതലായിട്ട് ചെയ്ത് കാണിച്ചു തരാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ കുറച്ച് ഇത് മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഹൈലൈറ്റ്
ഹൈലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ, ടെക്സ്റ്റ് വേണമെങ്കിൽ അങ്ങനെ. മോർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു എഡിറ്റിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ മാജിക് ഇറേസർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് ചുമ്മാ ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. വരെ വെയിറ്റ് ചെയ്യുക. മാജിക് ഇറേസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരാൾ മാറ്റി, ഞാൻ ഫോൺ മാറ്റിത്തരാം. എല്ലായിടും അതേപോലെ കൊടുക്കുക, എല്ലായിടും. ഇപ്പോൾ അത്ഭുതം സംഭവിക്കും. ശകലം വെയിറ്റ് ചെയ്യുക. കണ്ടില്ലേ, അടയാളം പോലും ബാക്കി വയ്ക്കുക. അതായത് നമുക്ക് നല്ല സൂപ്പറായിട്ട് അവർ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3 മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റണ്ണ് കൊടുക്കാം. റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് ഞാൻ ഇത് ചെയ്തതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ എല്ലാ തര ടെക്നോളജി വീഡിയോസിന് വേണ്ടി ദേവരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ.